സോ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് കൈനറ്റിക് തിയറി. മക്കളെ പഠിക്കടാ, എന്താണ് ഈ ചാപ്റ്ററിൽ ആദ്യം വരുന്നത്? ഫസ്റ്റ് വരുന്നത് എന്താണ്? കൈനറ്റിക് തിയറി ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് ആണ്. ഓക്കെ, ഈ ഒരു ടോപ്പിക് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഇതിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് സിലബസിലുള്ളൂ. ഫോക്കസ് ഏരിയയിൽ വരുന്നത് ഈ ഒരു ഏരിയ മാത്രം. കൈനറ്റിക് തിയറി ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് എന്ന് NCERT വരുന്ന ഹെഡിങ്ങിന് അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ മാത്രം. അതിൽ വരുന്ന ഫസ്റ്റ് കാര്യം പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്. 7 പോസ്റ്റുലേറ്റ്സ് ഉണ്ട്. അത് കൃത്യമായിട്ട് പഠിക്കണം മക്കളെ. അത് കൃത്യമായി പഠിക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞുതരാം. വാ, ഇതാണ് ഷോർട്ട് കട്ട്. മിസ്റ്റർ സാം ടി കെ എന്ന് ഓർത്താൽ മതി. മിസ്റ്റർ സാം ടി കെ കേട്ടോ, മറന്നു പോവില്ലടാ. മിസ്റ്റർ സാം ടി കെ നോക്കാം. 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഒന്നാമത്തെ എം ആണ്. ഒന്നാമത്തെ ആള് എം. ഫസ്റ്റ് പോസ്റ്റുലേറ്റ് എം ആണ്. എന്താണ്? എവറി ഗ്യാസ്. നമ്മൾ പഠിക്കാൻ പോണത് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിലെ പോസ്റ്റുലേറ്റ്സ് ആണ് പഠിക്കാൻ പോണത്. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ആദ്യം പഠിച്ചു വെക്കേണ്ട എന്താണ്? അതിന്റെ 7 പോസ്റ്റുലേറ്റ്സ് ആണ്. ആ 7 പോസ്റ്റുലേറ്റ്സ് പഠിക്കാൻ എളുപ്പമാർഗം ഞാൻ പറഞ്ഞു. മിസ്റ്റർ സാം ടി കെ എന്ന് പഠിച്ചാൽ അതിന്റെ ഓരോ ലെറ്റർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ആ പോയിന്റിലേക്ക് ലീഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയുള്ള ഞാൻ പറയാം, ഇവിടെ നോക്ക്. സോ ആദ്യം ഗ്യാസിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ്? എവറി ഗ്യാസ് ഈസ് മേഡ് അപ്പ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ടൈനി പാർട്ടിക്കിൾസ് കോൾഡ് മോളിക്യൂൾസ്. കണ്ടോ? അപ്പൊ ഗ്യാസിന്റെ ഏറ്റവും ടൈനി പാർട്ടിക്കിളിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്ത്? മോളിക്യൂൾസ് ആണെന്നുള്ള കാര്യം. അപ്പോ ഈ എം സ്റ്റാൻഡ്സ് ഫോർ മോളിക്യൂൾസ്. മോളിക്യൂൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരണം every gas is made up of tiny particles, large number of tiny particles called molecules എന്ന് മനസ്സിലേക്ക് വരണം. ഓക്കെ, സോ നമ്മൾ എമ്മിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം സെക്കൻഡ് പോസ്റ്റുലേറ്റ് എന്ന് പറഞ്ഞാൽ ആ മോളിക്യൂളിന്റെ അവസ്ഥനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ അവരെങ്ങനെയാണ്? 6 റാൻഡം മോഷനിലാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇനി അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് പറയാൻ പറ്റും. എന്താണ്? മോളിക്യൂൾസ് ആർ അണ്ടർ റാൻഡം മോഷൻ. ഗ്യാസിലെ മോളിക്യൂൾസ് എന്താ മക്കളെ? റാൻഡം മോഷനിലാണ്. ദേ കൊളൈഡ് വിത്ത് ഈച്ച് അതർ. അവർ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്? കൊളൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ആൻഡ് കൊളൈഡ് വിത്ത് ദ വാൾസ് ഓഫ് കണ്ടെയ്നർ. എന്താണ് അത്? മോളിക്യൂളുകൾ പരസ്പരം കൂട്ടിമുട്ടുന്നുണ്ട്. മോളിക്യൂൾ കണ്ടെയ്നറിന്റെ വാൾസിലും പോയി കൂട്ടിമുട്ടുന്നുണ്ട്. ക്ലിയർ? ഈ മോളിക്യൂള് വാൾസിൽ പോയി കൂട്ടിമുട്ടുന്നതിന്റെ ഫലമായിട്ടാണ് അവിടെ ഗ്യാസ് പ്രഷർ ഉണ്ടാവുന്നത്. ഇത്രയും പോയിന്റ്സ് അതിൽ പറഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ആദ്യം മോളിക്യൂളിനെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത് എന്താണ്? ദീസ് മോളിക്യൂൾസ് ആർ ഇൻ റാൻഡം മോഷൻ ആൻഡ് ദേ കൊളൈഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് കൊളൈഡ് വിത്ത് ദ വാൾസ് ഓഫ് ദി കണ്ടെയ്നർ ഓൾസോ ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് പ്രഷർ. എന്ത്? മോളിക്യൂൾസ് വാൾസിൽ പോയി ഇടിക്കുമല്ലോ, ആ ഇടിയാണ് എന്ത് പ്രൊവൈഡ് ചെയ്യുക? ഗ്യാസ് പ്രഷർ പ്രൊവൈഡ് ചെയ്യുക. സോ അത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ വി ക്യാൻ മൂവ് ഓൺ ടു മിസ്റ്റർ കഴിഞ്ഞു. ഇനി അടുത്ത് സാമിലെ എസ് ആണ്. നോക്ക്, എസ് എന്താ? സൈസിനെ കുറിച്ചാണ്. ഓക്കെ, ഈ മോളിക്യൂളിന്റെ സൈസ് ഓഫ് മോളിക്യൂൾസ് ആർ negligible as compared with the distance between them. അതായത് ഒരു ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ ആ ഗ്യാസിലെ 2 മോളിക്യൂളുകൾ തമ്മിലുള്ള ഇന്റർ മോളിക്യുലർ ഡിസ്റ്റൻസ് എന്ന് പറയും. ആ ഡിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മോളിക്യൂളിന്റെ സൈസ് എന്താണ്? വളരെ ചെറുതാണ്. അപ്പൊ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈസ് ഓഫ് മോളിക്യൂളിനെ കുറിച്ചാണ് പറയേണ്ടത്. ഓക്കെ ആണോ? സോ സൈസ് ഓഫ് മോളിക്യൂൾ എന്താണ്? ആർ നെഗ്ലിജിബിൾ വെൻ കമ്പയർഡ് വിത്ത് ദ ഇന്റർ മോളിക്യുലർ ഡിസ്റ്റൻസ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തത് ഓക്കെ അല്ലേ? ഈ എക്സാമിനേഷന് ഫ്രീക്വന്റ് ആയി ചോദിക്കാറുണ്ട്, ഏതെങ്കിലും 2 പോസ്റ്റുലേറ്റ്സ് എഴുതാൻ. ഈസി അല്ലേ? ചിലപ്പോൾ 4 ചോദിക്കും. ഓക്കെ, അപ്പൊ ചിലപ്പോൾ 4 5 6 7 ചോദിക്കാം. അപ്പൊ ഒക്കെ പഠിച്ചു വെക്കുക എല്ലാവരും കേട്ടോ. ഓക്കെ, അപ്പൊ മിസ്റ്റർ എസ് ആയി. ഇനി അടുത്ത് എ ആണ്. എ പറയുമ്പോ അട്രാക്ഷൻ എന്നുള്ള മനസ്സിലേക്ക് വരണ്ടേ. എന്താ മക്കളെ? there is no intermolecular attraction. ഇല്ല, മോളിക്യൂളുകൾ തമ്മിൽ എന്തില്ല? ഇന്റർമോളിക്യുലർ അട്രാക്ഷൻ ഇല്ല. അതുപോലെ തന്നെ എന്തുമില്ല? റിപ്പൽഷനും ഇല്ല മോളിക്യൂളുകൾക്കിടയിൽ. so there is no intermolecular attraction or repulsion between the molecules. ക്ലിയർ ആയോ? അപ്പൊ എം ആയി, ആർ ആയി, എസ് ആയി, എ ആയി. ഇനി അടുത്ത വീണ്ടും എന്താണ്? സാമിന്റെ എം ആണ്. ഓക്കെ, ആ എമ്മിൽ എന്താ പറയുന്ന അറിയോ മക്കളെ? നോക്കുക. സോ മീൻ ഫ്രീ പാത്തിനെ കുറിച്ച് 5ാമത്. ഓക്കെ, മീൻ ഫ്രീ പാത്ത്. എവിടെ? മീൻ ഫ്രീ പാത്ത്. ഓക്കെ, അപ്പൊ എന്താണ് ഫ്രീ പാത്ത്? എന്താണ് മീൻ ഫ്രീ പാത്ത്? മക്കളെ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കുക. മോളിക്യൂൾ ഇങ്ങനെ കൂട്ടിമുട്ടി ഇങ്ങനെ പോവാ. മുട്ടി ഇങ്ങനെ പോയി മുട്ടിയാനെ മുട്ടി ഇങ്ങനെ പോവല്ലേ. അപ്പൊ 2 സക്സസീവ് കൊളീഷനുകൾക്കിടയിൽ ഒരു മോളിക്യൂൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഫ്രീ പാത്ത് എന്ന് വിളിക്കുക. എന്താണ്? സോറി, വേണ്ട, ഫ്രീ പാത്ത്. ഫ്രീ പാത്ത് എന്ന് വിളിക്കുക. എന്താണ്?
distance covered by a molecule between two successive collision is known as free path. അപ്പോൾ രണ്ട് അടുത്തടുത്ത കൊളീഷനുകൾക്കിടയിൽ ഒരു മോളിക്യൂൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് ഫ്രീ പാത്ത് എന്ന് വിളിക്കുക. ഇങ്ങനെ ഈ ഫ്രീ പാത്തുകൾ ഉണ്ടാവും കുറെ. ഒന്ന് മുട്ടി ഒരു ഫ്രീ പാത്തായി, പിന്നെ അടുത്ത് മുട്ടുമ്പോൾ വേറെ ഫ്രീ പാത്തായി, അങ്ങനെ കുറെ ഫ്രീ പാത്തുകൾ ഉണ്ടാവും ഒരു മോളിക്യൂളിന്റെ കേസിൽ. അങ്ങനെ ഈ ഫ്രീ പാത്തുകളുടെ ആവറേജ് വാല്യൂ വിളിക്കുന്ന പേരാ മക്കളെ എന്ത്? മീൻ ഫ്രീ പാത്ത്. ക്ലിയർ ആയല്ലോ? സോ അപ്പോ അഞ്ചാമത്തെ ഏതൊക്കെയായി? എം മിക്സ്ചർ, എം ആർ എസ് എ എം അല്ലേ? മോളിക്യൂളിനെ കുറിച്ച് പറയാ, അവർ റാൻഡം മോഷനെ കുറിച്ച് പറയാ, മോളിക്യൂളിന്റെ സൈസിനെ കുറിച്ച് പറയാ, അട്രാക്റ്റീവ് ആൻഡ് റിപ്പൾസീവ് ഫോഴ്സ് ഇല്ലാനുള്ള കാര്യം പറയാ, പിന്നെ മീൻ ഫ്രീ പാത്തിനെ കുറിച്ച് പറയാ. എന്താണ്? ബിറ്റ്വീൻ കൊളീഷൻസ്, കൊളീഷനുകൾക്കിടയിൽ മോളിക്യൂൾ മൂവ് അലോങ് സ്ട്രെയിറ്റ് പാത്ത് ഫോർ സം ഡിസ്റ്റൻസ് നോൺ ആസ് ഫ്രീ പാത്ത്. ദ ആവറേജ് ഫ്രീ പാത്ത്, ഈ ഫ്രീ പാത്തുകളുടെ മീൻ വാല്യൂ അല്ലെങ്കിൽ ആവറേജ് വാല്യൂ, ദ ആവറേജ് ഫ്രീ പാത്ത് ബൈ ദ മോളിക്യൂൾ ബിറ്റ്വീൻ സക്സസീവ് കൊളീഷൻ ഈസ് നോൺ ആസ് മീൻ ഫ്രീ പാത്ത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഫ്രീ പാത്തിന്റെ ആവറേജ് വാല്യൂ ആണ് മക്കളെ എന്തെന്ന് പറഞ്ഞാൽ മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞാൽ ട്ടോ. ഓക്കെ, പിന്നെ സാമായി ഇനി നമുക്ക് വേണ്ട എന്താണ്? ടി കെ. ടിയും കെയും ഉണ്ട്, ടിയും ഉണ്ട്, കെയും ഉണ്ട്. നോക്ക്, നെക്സ്റ്റ് ടീന്റെ കാര്യമാണ്. ദ ടൈം ഓഫ് കൊളീഷൻ, ടൈം ഓഫ് കൊളീഷൻ, കൂട്ടിമുട്ടുന്ന സമയം. ദ ടൈം ഓഫ് കൊളീഷൻ എന്താണ്? ഈസ് നെഗ്ലിജിബിളി സ്മോൾ, വളരെ ചെറുതാണ് വെൻ കമ്പയർഡ് വിത്ത് ദ ഫ്രീ പാത്ത് ജേർണി. അതായത് ഫ്രീ പാത്ത് ജേർണിയുടെ സമയം, ഫ്രീ പാത്ത് ജേർണി എന്ന് പറഞ്ഞാൽ രണ്ട് ഇടികൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോഡി മീൻസ് ബൈ ദ മോളിക്യൂൾ ആണ്. ആ ഫ്രീ പാത്ത് ജേർണിക്ക് എടുക്കുന്ന സമയവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൊളീഷൻ ടൈം എന്താണ്? നെഗ്ലിജിബിളി സ്മോൾ ആണെന്നാ പറഞ്ഞു കേട്ടോ. അപ്പൊ അതും പറഞ്ഞു. എന്ത്? ടൈം ഓഫ് കൊളീഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. മിസ്റ്റർ സാം ടി ആയി. ഇനി കെ എന്താണ്? മോളിക്യൂളിന്റെ ആവറേജ് കൈനറ്റിക് എനർജിനെ കുറിച്ചാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്, അത് മറന്നു പോവല്ലേ, അത് ഇമ്പോർട്ടന്റ് ആയി എഴുതി വെക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. സോ എന്താണ്? ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദി മോളിക്യൂൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഓഫ് ദി ഗ്യാസ്. ഒന്നുമില്ല, ഒരു മോളിക്യൂളിന്റെ കൈനറ്റിക് എനർജി അതിന്റെ അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇത് പ്രൂവ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് പിന്നെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് എന്ന് പറയും. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഇതാ നിങ്ങൾ പ്രൂവ് ചെയ്യണ്ടേ. ഇത് നമ്മൾ അടുത്ത സെക്ഷനിൽ വരുന്നുണ്ട്. ഇത്രയും സംഭവം എല്ലാവർക്കും ഓക്കെ ആണോ മക്കളെ? പോസ്റ്റുലേറ്റ്സ് എല്ലാവർക്കും ഓക്കെ ആണോ? യെസ് ഓർ നോ? വേഗം പറ, വേഗം പറ. യെസ് ഓർ നോ? ഓക്കെ, അടുത്ത സെക്ഷനിൽ വരുന്നു. Okay, so we can move on to the next topic, that is Dalton's law of partial pressure. എന്താണ്? Dalton's law of partial pressure. നോക്കാം. ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ വളരെ സിമ്പിൾ, നിങ്ങൾ കെമിസ്ട്രിയിലും പഠിക്കുന്നതായിരിക്കും. അതായത് എൻ്റെ കയ്യിൽ ഒരു സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റത്തിൽ കുറെ നോൺ റിയാക്റ്റീവ് ഗ്യാസുകൾ, ഇതൊരു ഗ്യാസ്, ഇത് വേറെ ഗ്യാസ് ആണ് കേട്ടോ. അങ്ങനെ കുറെ ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്, കുറെ ടൈപ്പ്. ഓക്കെ, ഇത് ഗ്യാസ് എ, ഇത് ഗ്യാസ് ബി, ഇത് ഗ്യാസ് സി. അങ്ങനെ ഒരു സിസ്റ്റത്തിൽ കുറെ നോൺ റിയാക്റ്റീവ്, പരസ്പരം റിയാക്ട് ചെയ്യാത്ത ഗ്യാസുകൾ ഉണ്ട് എങ്കിൽ ആ സിസ്റ്റത്തിന്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ, ആ സിസ്റ്റത്തിൽ ഈ ഗ്യാസുകളൊക്കെ കൂടി എക്സേർട്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഓരോ ഗ്യാസിന്റെയും പാർഷ്യൽ പ്രഷറുകളുടെ സമ്മിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, വെൻ a system contains n number of non-reactive gases, കുറെ എന്തുണ്ട്? non-reactive gas ഉണ്ട്, and the pressure of that system will be equal to the sum of partial pressures exerted by individual gases ആയിരിക്കും. മക്കളെ സിമ്പിൾ ആയിട്ട് പഠിക്കുക. ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിൽ കുറെ എന്തുണ്ട്? നോൺ റിയാക്റ്റീവ് ഗ്യാസുകൾ ഉണ്ട്. ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ അതിലെ ഓരോ ഗ്യാസും എക്സേർട്ട് ചെയ്യുന്ന പാർഷ്യൽ പ്രഷറിന്റെ സമ്മിന് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. മക്കളെ എന്താ ഈ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാല്? പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാല് എന്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാല് ബിയും സിയും ഗ്യാസ് ആയി ഒഴിവാക്കുക. എന്നിട്ട് ഈ സിസ്റ്റത്തിൽ ഈ ഗ്യാസ് എത്ര പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട് നോക്കുക. അതാണ് എന്റെ പാർഷ്യൽ പ്രഷർ. ഇനി ബിന്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ അതിന് എനെയും സിനെയും എന്ത് ചെയ്യുക?
എനെയും സീനെയും എന്ത് ചെയ്യുക മക്കളെ? ഒഴിവാക്കുക. എനെയും സീനെയും ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? ബിന്റെ പാർഷ്യൽ പ്രഷർ കിട്ടി. ഇനി സീന്റെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? സീന്റെ കാണണമെങ്കിൽ എനെയും ബിനെയും ഒഴിവാക്കുക. അപ്പൊ നിങ്ങൾക്ക് സീന്റെ പാർഷ്യൽ പ്രഷർ കിട്ടിയില്ലേ? എന്നിട്ട് മൂന്നും കൂടി എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആ സിസ്റ്റം, ഈ ഒരു സിസ്റ്റത്തിന്റെ എന്ത് കിട്ടി? ടോട്ടൽ പ്രഷർ കിട്ടി. സോ പി ടോട്ടൽ ഇസ് ഈക്വൽ ടു P1 പ്ലസ് P2 പ്ലസ് എക്സെട്ര പ്ലസ് Pn. n നോൺ റിയാക്റ്റീവ് ഗ്യാസുകൾ ഉണ്ടെങ്കിൽ മക്കളെ മനസ്സിലായിനോ? യെസ് ആണോ അല്ലെങ്കിൽ നോ ആണോ? വേഗം പറ. ക്ലിയർ ആയിട്ടുണ്ടോ ഇല്ലേ? പെട്ടെന്ന് പറ. യെസ് yes. Okay, good. So next one is അടുത്ത മക്കളെ ഈ ചാപ്റ്ററിൽ അടുത്ത് പഠിക്കാനുള്ളത് പ്രഷർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ആണ്. ഒരു ഐഡിയൽ ഗ്യാസിന്റെ പ്രഷറിനെ കുറിച്ചാണ് അടുത്ത് പഠിക്കാം. അതിന്റെ ഡെറിവേഷൻ ഇക്വേഷൻ ഉണ്ടാക്കാണ്ട്. കാരണം നമുക്ക് ഈ ഫോക്കസ് ഏരിയ വരുന്ന എല്ലാ സംഭവങ്ങളും ഞാൻ പറഞ്ഞല്ലോ വിത്ത് ഡെറിവേഷൻ നിങ്ങൾ പഠിക്കണം. ഡെറിവേഷൻ ഒക്കെ ഞാൻ ക്ലാസ് പറയുന്നുണ്ട്. സോ ഡെറിവേഷൻ നിർബന്ധമാണ്. കാരണം ഫോക്കസ് ഏരിയ കുറവായത് കൊണ്ട് എന്തും ചോദിക്കാം. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കണം. സോ ഒരു ഐഡിയൽ ഗ്യാസ് ഉണ്ടാക്കുന്ന പ്രഷറിനെ കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മക്കളെ ശ്രദ്ധിക്കുക. ഒരു ഐഡിയൽ ഗ്യാസ് ഉള്ള ഒരു കണ്ടെയ്നർ ആണ്. ഇതൊരു കണ്ടെയ്നറിന്റെ ഒരു ഭാഗമാണ്. ഓക്കെ, ആ കണ്ടെയ്നറിൽ ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്. ഒരു ഗ്യാസ് മോളിക്യൂൾ ഞാൻ കാണിക്കുന്നു. ഈ ഗ്യാസ് മോളിക്യൂളിന്റെ മാസാണ് m. ഒരു ഗ്യാസ് മോളിക്യൂൾ ട്ടോ, അതിന്റെ മാസാണ് m. ആ മോളിക്യൂള് ഇങ്ങനെ വന്നിട്ട് ഇടിക്കുകയാണ്. എന്തിനെ? വാളില് വന്ന് ഇടിക്കുകയാണ്. ആ ഇടിയിലല്ലേ പ്രഷർ ഉണ്ടാക്കുക? നമ്മൾ പഠിച്ചല്ലോ. ഗ്യാസ് മോളിക്യൂൾ വാൾസ് ഓഫ് ദി കണ്ടെയ്നറിൽ പോയി ഇടിക്കുമ്പോൾ അവിടെ എന്തുണ്ടാവുക? പ്രഷർ ഉണ്ടാവുക അല്ലെ? എന്താ നമ്മൾ കാണാൻ പോണത്? ഒരു സിസ്റ്റത്തിലുള്ള ഗ്യാസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് നമ്മൾ കാണാൻ പോണത്. പ്രഷർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ആണ് കാണാൻ പോണത് അല്ലെ? ഓക്കെ, സോ ലിസൺ. ഇത് വന്ന് ഇടിക്കുന്നു. ഇതിന്റെ വെലോസിറ്റി Vx ആയിക്കോട്ടെ. എത്രയാണ്? Vx. Now, what will be the momentum of this gas molecule? Momentum എന്ന് പറഞ്ഞാൽ mass into velocity m into Vx ആയിരിക്കും വരിക അല്ലേ? ആണ്. അങ്ങനെ ഈ മോളിക്യൂൾ ഇവിടെ വന്ന് ഇടിച്ചിട്ട് ഇടിച്ചെന്ന് വിചാരിക്കുക. ഞാൻ താഴെ കാണിക്കാം. ഇടിച്ചിട്ട് അതെന്ത് ചെയ്യും? തിരിച്ച് റൈറ്റിലേക്ക് തന്നെ പോകും. അതായത് ഈ ഇടി എന്ന് പറഞ്ഞാൽ മോളിക്യൂൾ വാൾസ് ഓഫ് കണ്ടെയ്നറിൽ പോയി ഇടിക്കുന്ന ആ ഇടി എന്ന് പറഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്യാണ്. ഇതിൽ കുറെ അസംപ്ഷൻസ് വരുന്നുണ്ട് മക്കളെ. ഓക്കെ, നമ്മൾ വീണ്ടും അസ്യൂം ചെയ്യാണ് ആ ഇടി ഇലാസ്റ്റിക് കൊളീഷൻ നമ്മൾ എന്ത് ചെയ്യാണ്? അസ്യൂം ചെയ്യുക. ദാറ്റ് കൊളീഷൻ ഈസ് ഇലാസ്റ്റിക് കൊളീഷൻ. ഇലാസ്റ്റിക് കൊളീഷന്റെ പ്രത്യേകത എന്താ? മൊമെന്റവും കൈനറ്റിക് എനർജിയും കൺസേർവ് ആയിരിക്കണം അല്ലേ? അപ്പൊ ലിസൺ. അപ്പൊ ഇത് വന്ന് ഇവിടെ ഇടിച്ച് തിരിച്ചു പോകുമ്പോ സെയിം വെലോസിറ്റിയിൽ പോകണം. അപ്പോഴേ എന്ത് കൺസേർവ്ഡ് ആകുള്ളൂ? അതിന്റെ മൊമെന്റം കൺസേർവ്ഡ് ആകുള്ളൂ. പറഞ്ഞു മനസ്സിലായല്ലോ മക്കളെ? ഓക്കെ, സോ ലിസൺ. അപ്പൊ Vx ൽ തന്നെ അവൻ തിരിച്ചു പോണത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ഇനീഷ്യൽ മൊമെന്റം എത്രയാ മക്കളെ? ഇനീഷ്യൽ മൊമെന്റം -mvx അല്ലേ? എന്തുകൊണ്ട്? ലെഫ്റ്റിലേക്കാണ്. അതുകൊണ്ട് -mvx. മൊമെന്റം വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ലെഫ്റ്റിലായതുകൊണ്ട് -mvx. ഇനി what is P final? ഫൈനൽ മൊമെന്റ് എന്താണ്? ഇനി റൈറ്റിലേക്കാ ഫൈനൽ മൊമെന്റ്. അപ്പൊ എന്താ? റൈറ്റിലേക്ക് ആയതുകൊണ്ട് +mvx ഉണ്ടാകും. ശരിയല്ലേ? ഞാൻ ചോദിക്കട്ടെ, what is change in momentum? ഡെൽറ്റ P. what is change in momentum? ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറഞ്ഞാൽ ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം. ദാറ്റ് ഈസ് ഈക്വൽ ടു mvx ഫൈനൽ മൊമെന്റം. ഓക്കെ, പിന്നെ മൈനസ് ഇനീഷ്യൽ എന്താ? -mvx. സോ ദാറ്റ് ഈസ് മൈനസ് പ്ലസ് ആയി 2mvx എന്ന് കിട്ടി. ക്ലിയർ ആയോ മക്കളെ? സോ വാട്ട് ഈസ് ഈ ഒരു മോളിക്യൂളിന്റെ ചേഞ്ച് ഇൻ മൊമെന്റം കിട്ടി. എത്രയാണ്? 2mvx ആണ്. ഇനി ഇതിലേക്ക് വാ. ലിസൺ. ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് എ മോളിക്യൂൾ എത്രയാണ്? 2mvx. ഓക്കെ, അൾട്ടിമേറ്റ്ലി കാണാൻ പോകുന്നത് എന്താണ്? പ്രഷർ ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് ആണ്. അപ്പൊ ആദ്യം നമ്മൾ അതിന്റെ ഉള്ളിലുള്ള ഒരു ഗ്യാസ് മോളിക്യൂളിന്റെ ചേഞ്ച് ഇൻ മൊമെന്റം നമ്മൾ കണ്ടുപിടിച്ചു. മക്കളെ അടുത്ത സ്റ്റെപ്പിൽ കൊടുത്ത് മക്കൾ ശരിക്കും നോക്ക്. സ്മോൾ n എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം ആണ്. എന്താണ്? നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം. നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റത്തിൽ നമ്മളുടെ ഈ സിസ്റ്റത്തില് ക്യാപിറ്റൽ N നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിന്റെ വോളിയം V ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ആ സിസ്റ്റത്തില്
ക്യാപിറ്റൽ N നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്, ഇവന്റെ വോളിയം ക്യാപിറ്റൽ V ആണെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം എങ്ങനെയാണ് കാണുക? ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ബൈ അതിന്റെ ടോട്ടൽ വോളിയം, ദാറ്റ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് N ഡിവൈഡഡ് ബൈ അതിന്റെ ടോട്ടൽ വോളിയം. ഇതാണ് നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം കാണുന്ന രീതി. മൊത്തം മോളിക്യൂൾസിന്റെ എണ്ണം ബൈ അതിന്റെ മൊത്തം വോളിയം. അപ്പൊ എന്ത് കിട്ടി? നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം. യൂണിറ്റ് വോളിയത്തിലുള്ള മോളിക്യൂളിന്റെ എണ്ണം കിട്ടി. ക്ലിയർ ആവുന്നുണ്ടോ മക്കളെ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? നൗ ലിസൺ, ഇനി ശ്രദ്ധിക്കടാ. അപ്പൊ എന്തായിരിക്കും ഫ്രം ഹിയർ വാട്ട് ഈസ് ക്യാപിറ്റൽ N? ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ സ്മോൾ n into V അല്ലേ വരിക? സ്മോൾ n into V ആ വരിക. അവിടെ നോക്കിയേ, അപ്പൊ ഈ ക്യാപിറ്റലിന് എന്താ? ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈക്വൽ ടു സ്മോൾ n into V. ക്യാപിറ്റൽ N എന്താണ്? സ്മോൾ n into V ആണ്. എഴുതി. Now V എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? വോളിയം അല്ലേ? ആണ്. സോ ലിസൺ, ഇതാണ് നമ്മളുടെ കണ്ടെയ്നർ എന്ന് വിചാരിക്കുക. ഇതാണ് നമ്മളുടെ കണ്ടെയ്നർ എങ്കിൽ ഇതിന്റെ വോളിയം എങ്ങനെ കാണാം? ഈ ഏരിയ ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ചെയ്താൽ പോരെ? ഈ ഏരിയ ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? വോളിയം കിട്ടി. അപ്പൊ n ഞാൻ അങ്ങനെ തന്നെ വെച്ചു, ഇൻറ്റു വോളിയത്തിനെ ഏരിയ, ഈ ഏരിയ ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എഴുതി. ഓക്കെ, അപ്പൊ എന്തായി? a ഇൻറ്റു ഡിസ്റ്റൻസ്. എടാ മക്കളെ, ഡിസ്റ്റൻസ് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് വെലോസിറ്റി ഇൻറ്റു ടൈം എഴുതാം അല്ലെ? മോളിക്യൂളിന്റെ വെലോസിറ്റി Vx അല്ലേ? Vx ആണ് അല്ലേ? അപ്പൊ Vx ഇൻറ്റു എന്തെഴുതാം? t എന്ന് എഴുതാം. അപ്പൊ ഡിസ്റ്റൻസിന് പകരം നമ്മൾ എന്ത് കൊടുക്കുകയാണ്? വെലോസിറ്റി ഇൻറ്റു ടൈം കൊടുക്കുകയാണ്. വെലോസിറ്റി ഇൻറ്റു ടൈം നാക്കി. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടി. അതിലടങ്ങിയ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാണ്? n ഇൻറ്റു a ഇൻറ്റു Vx ഇൻറ്റു t ആണെന്നുള്ള കാര്യം മനസ്സിലായി. അതെങ്ങനെ വന്ന് എന്നുള്ളതും നമുക്ക് മനസ്സിലായി. എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു കണ്ടെയ്നറിലെ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് നമ്മൾ കണ്ടു. അതുപോലെ ഒരു മോളിക്യൂളിന്റെ ചേഞ്ച് ഇൻ മൊമെന്റം നമ്മൾ കണ്ടു. റെഡി? ഇനി അടുത്ത കാര്യം മക്കളെ ശ്രദ്ധിക്കുക. ഇനി ഞാൻ ഒരു അടുത്ത അസംഷനാ, അതായത് ഒരു കണ്ടെയ്നറിൽ 4 മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ 2 മോളിക്യൂൾ ഈ വാളിലേക്ക് വന്നിടിക്കുമ്പോൾ മറ്റേ 2 മോളിക്യൂളും അപ്പുറത്തെ വാളിൽ പോയി അടിക്കാം. അപ്പം ഈ ഒരു വാളിലേക്ക് വന്ന് ഇടിക്കുന്ന മോളിക്യൂൾസിന്റെ എണ്ണം എന്ന് പറഞ്ഞാല് ആ കണ്ടെയ്നറിലുള്ള ടോട്ടൽ മോളിക്യൂൾസിന്റെ പകുതിയാണ് ഇവിടെ വന്നിടിക്കുക, ബാക്കി പകുതിയോ അപ്പുറത്ത് പോയി ഇടിക്കുകയാണ്. പറഞ്ഞു മനസ്സിലായോ? അസംഷൻ. അപ്പൊ നമ്മൾ പറയാണ് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദാറ്റ് കണ്ടെയ്നർ ഈസ് n into a into Vx into t ആണ്. അപ്പോ what will be number of colliding molecules? അതിന്റെ ഹാഫ്. സോ ഹാഫ് ഓഫ് ദിസ് വാല്യൂ, ഹാഫ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു NaVxt. ഇത്രയും കാര്യങ്ങൾ മക്കൾക്ക് സെറ്റ് ആണോ? മക്കളെ? യെസ് ഓർ നോ? വേഗം പറ. യെസ് ഓർ നോ? അടുത്തേക്ക് കടക്കണമെങ്കിൽ ഇത് ഓക്കെ ആക്കണം. പെട്ടെന്ന് പറ. സ്പീഡ് അപ്പ്. റെഡി? എല്ലാവർക്കും ഓക്കെയാണ്? ഓക്കെ. സോ ലിസൺ, അപ്പൊ നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? ടോട്ടൽ നമ്പർ ഓഫ് കൊളൈഡിംഗ് മോളിക്യൂൾസ് കിട്ടി. ഹാഫ് ഓഫ് NaVxt ആണ്. ഒരു മോളിക്യൂളിന്റെ ചേഞ്ച് ഇൻ മൊമെന്റും കിട്ടി കൂട്ടിമുട്ടുമ്പോൾ. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, വാട്ട് വിൽ ബി ദ ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെന്റം? കുറെ മോളിക്യൂൾ ഒന്ന് കൂട്ടിമുട്ടുണ്ട്. അപ്പൊ എല്ലാവരുടെയും കൂടി ചേഞ്ച് ഇൻ മൊമെന്റ് എന്തായിരിക്കും? ഒരു മോളിക്യൂളിന്റെ ചേഞ്ച് ഇൻ മൊമെന്റം അറിയാം, കൂട്ടിമുട്ടുന്ന മോളിക്യൂൾസിന്റെ എണ്ണവും അറിയാം. അപ്പൊ ആ മൊത്തം മോളിക്യൂൾസിന്റെ ചേഞ്ച് ഇൻ മൊമെന്റ് എത്രയായിരിക്കും മക്കളെ? ഒരു മോളിക്യൂൾ ഇവിടെ വന്ന് ഇടിക്കുമ്പോഴുള്ള ചേഞ്ച് ഇൻ മൊമെന്റം ഒരു 5 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ 2 മോളിക്യൂൾ ഒന്ന് ഇടിക്കുകയാണെങ്കിൽ എത്ര ഉണ്ടാവും? ഇതിന്റെ ഇരട്ടി ഉണ്ടാവും. 3 മോളിക്യൂൾ ഒന്ന് കൂട്ടിമുട്ടുകയാണെങ്കിൽ മൊത്തം എത്ര ചേഞ്ച് ഇൻ മൊമെന്റ് ഉണ്ടാകും? ഇതിന്റെ 3 ടൈംസ് ഉണ്ടാകും. അപ്പൊ എങ്ങനെ കാണുക? ഒരു മോളിക്യൂളിന്റെ ചേഞ്ച് ഇൻ മൊമെന്റം ഇൻറ്റു നമ്പർ ഓഫ് കൊളൈഡിംഗ് മോളിക്യൂൾസ് അല്ലേ? ആണ്. അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെന്റം കിട്ടി. സോ ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെന്റം ഇസ് ഈക്വൽ ടു, ഓക്കെ, റൈറ്റ് അല്ല, സോറി,
ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെന്റം ഇസ് ഈക്വൽ ടു എന്താണ്? number of colliding molecules into change in momentum of one molecule. അപ്പൊ എന്ത് കിട്ടിയടാ? അപ്പൊ എന്ത് കിട്ടി? n ഈ 2 ക്യാൻസൽ ആകും. ബാക്കി എന്താ? n a m vx സ്ക്വയർ ആകും. പിന്നെ t ഉണ്ട്. ക്ലിയർ? ഈ ഇക്വേഷൻ ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇപ്പൊ എന്ത് കിട്ടി? ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെന്റം കിട്ടി. അതായത് ടോട്ടൽ നമ്പർ ഓഫ് കൊളൈഡിംഗ് മോളിക്യൂൾസ് ഇൻടു എന്താണ് ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് വൺ മോളിക്യൂൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടി? ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെന്റം കിട്ടി. ഇനി അടുത്ത എന്താണ്? ടോട്ടൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. അതല്ലേ ഫോഴ്സ് ആണ്. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം അത് ഫോഴ്സ് കിട്ടുകയാണ് മൊത്തം. ഓക്കെ, ടോട്ടൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എങ്ങനെ കാണുക? ബൈ ടൈം. ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം ആണെന്ത്? ഫോഴ്സ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെന്റം കിട്ടി. അതിന് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്തായി? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് ആയി, അതായത് ഫോഴ്സ് ആയി. അപ്പൊ ഞാൻ ഫോഴ്സ് കാണുന്നു. ഫോഴ്സ് എന്താണ്? ഇത് ബൈ ടി. കണ്ടോ? അത് ബൈ ടി. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആദ്യം നമ്മൾ ഒരു മോളിക്യൂളിലെ ചേഞ്ച് ഇൻ മൊമെന്റം കണ്ടു. പിന്നെ നമ്മൾ അതിനുള്ള മൊത്തം മോളിക്യൂൾസിന്റെ എണ്ണം കണ്ടു. പിന്നെ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? കൊളൈഡിംഗ് മോളിക്യൂൾസ് അതിന്റെ പകുതി ഉണ്ടാവുള്ളൂ നമ്മൾ പറഞ്ഞു. എന്നിട്ടോ പിന്നെ നമ്മൾ മൊത്തം കൊളൈഡ് ചെയ്യുന്ന മോളിക്യൂൾസിന്റെ മൊത്തം ചേഞ്ച് ഇൻ മൊമെന്റം കണ്ടു. എന്നിട്ടോ ആ ചേഞ്ച് ഇൻ മൊമെന്റത്തിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോഴോ ഫോഴ്സ് കിട്ടി. ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം ഫോഴ്സ് കിട്ടി. അപ്പൊ നമുക്ക് അവിടെ ഫോഴ്സ് കിട്ടി. ആ മോളിക്യൂൾ ഒക്കെ കൂടി ആ വോളിൽ പോയി ഇടിക്കുന്ന ഫോഴ്സ് ഇത്രയാന്നുള്ളത് നമുക്ക് മനസ്സിലായി. ആ ഫോഴ്സിൽ നിന്ന് ഫോഴ്സിനെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താലേ നമുക്ക് പ്രഷർ കിട്ടൂലേ? പ്രഷർ കിട്ടി. സോ പി എന്താണ്? ആ ഫോഴ്സ് ബൈ ഏരിയ. അപ്പൊ ഇതിനെ നമ്മൾ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി മക്കളെ? ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഏരിയ കട്ടാവുമ്പോ എന്താ? n m vx സ്ക്വയർ എന്ന് വരും. ഈ ഏരിയയും ക്യാൻസൽ ആകും. അപ്പൊ n m vx സ്ക്വയർ എന്ന് വരും. സോ വി ഹാവ് ദ ഇക്വേഷൻ ഫോർ പ്രഷർ. പ്രഷർ ഇസ് ഈക്വൽ ടു n m vx ന്റെ സ്ക്വയർ എന്ന് വന്നു. ക്ലിയർ? ഇതാണ് നമ്മളുടെ പ്രഷറിന്റെ ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്കൊരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ഇത്രയും കാര്യം എല്ലാവർക്കും ഓക്കെ ആണോ? യെസ് ഓർ നോ? വേഗം പറ. ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണോ? വേഗം പറ. പ്രഷർ ഈസ് ഈക്വൽ റെഡി? ഓക്കെ, സോ വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇവിടെ നോക്കൂ മക്കളെ, അതായത് ശരിക്കും എല്ലാ മോളിക്യൂളും ഇങ്ങനെ സ്റ്റഡിയായിട്ട് ഇങ്ങനെ നേരെ വരികയാണോ ചെയ്യുക? അല്ല. മോളിക്യൂൾ എങ്ങനെയോ ആയിരിക്കും പോവുണ്ടാവുക. അപ്പോൾ ഈ വാളിൽ ഇടിക്കുകയാണെങ്കിൽ തന്നെ മോളിക്യൂൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും പോവുണ്ടാവുക. ശരിയല്ലേ? ആണ്. അപ്പൊ നമ്മൾ പറയാണ് ശരിക്കും മോളിക്യൂൾ ഈ vx സ്പീഡിലല്ല പോണത്. ഓക്കെ, നമ്മുടെ മോളിക്യൂൾ എങ്ങനെയോ ആണ് പോണത്. അപ്പൊ ആ മോളിക്യൂളിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും VRMS എന്നാണ്. അതിന്റെ എക്സ് കമ്പോണന്റ് ആണ് ഈ കാണിച്ച vx. ഓക്കെ, അതിന് ഒരു y കമ്പോണന്റും ഉണ്ടാകും, vy ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു z കമ്പോണന്റും ഉണ്ടാകും. ദാറ്റ് വിൽ ബി vz. ഓക്കെ, vz. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഈ മൂന്ന് വെക്ടേഴ്സും നമ്മുടെ ശരിക്കും ആ മോളിക്യൂൾ പോകുന്ന വെലോസിറ്റി ആയ VRMS, റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി എന്നൊക്കെ പറയും. എന്തായാലും ഇതാണ് അതിന്റെ വെലോസിറ്റി VRMS. ഇങ്ങനെയാണ് ആര് പോണത്? ശരിക്കും മോളിക്യൂൾ പോണത്. അപ്പൊ അതിന്റെ എക്സ് കമ്പോണ്ട് ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്ത്. ഓക്കെ, അതൊരു y കമ്പോണ്ടും ഉണ്ട്, ഒരു z കമ്പോണ്ടും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ശരിക്കും അപ്പൊ നമ്മുടെ ഈ VRMS എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ്? VRMS എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് വെക്ടേഴ്സിന്റെയും സം ആണ് ശരിക്കും എന്ത്? VRMS എന്ന് പറഞ്ഞാൽ. അപ്പൊ മൂന്നാളും പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് മൂന്നാളുടെയും സം എടുക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുക: VRMS is equal to Vx സ്ക്വയർ പ്ലസ് Vy സ്ക്വയർ പ്ലസ് vz സ്ക്വയർ ആണ് VRMSന്റെ വാല്യൂ ഉണ്ടാവുക. നൗ ദാറ്റ് ഈസ് നമ്മൾ അസ്യൂം ചെയ്യാണ്, വീണ്ടും അസ്യൂം ചെയ്യാണ് Vx ന്റെ വാല്യൂയും അതുപോലെ Vy ന്റെ വാല്യൂയും അതുപോലെ Vz ന്റെ വാല്യൂയും എന്താ മക്കളെ? ഈക്വൽ ആണ്. നമ്മൾ എന്ത് ചെയ്യാണ്? അങ്ങനെ അസ്യൂം ചെയ്യാണ്. ഓക്കെ, അപ്പൊ നമ്മളിത് മൂന്നും ഈക്വൽ ആയതുകൊണ്ട്
ഇത് മൂന്നും ഈക്വൽ ആയതുകൊണ്ട് വി വൈക്കും വി സെഡിനും നമ്മൾ എന്ത് വാല്യൂ കൊടുക്കുകയാണ്? വി എക്സ് എന്ന് കൊടുക്കുകയാണ്. അങ്ങനെ ഈ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ എന്താവുമോടാ? റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി എക്സ് സ്ക്വയർ പ്ലസ് വി എക്സ് സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3vx സ്ക്വയർ എന്ന് വരും. ശരിയല്ലേ? റെഡി? അതാണ് എന്ത് വി ആർ എം എസ് എന്ന് പറഞ്ഞാലേ. ഫ്രം ഹിയർ വാട്ട് ഈസ് വി ആർ എം എസ് സ്ക്വയർ? ഇവനെ സ്ക്വയർ ചെയ്തു, അപ്പൊ അപ്പുറത്ത് സ്ക്വയർ ചെയ്യണം, അപ്പൊ ഈ റൂട്ട് അങ്ങ് പോവും. അപ്പൊ എന്താ 3vx സ്ക്വയർ എന്ന് വരും. ശരിയല്ലേ? ഫ്രം ഹിയർ വാട്ട് ഈസ് vx സ്ക്വയർ? vx സ്ക്വയർ എന്ന് പറഞ്ഞാൽ വി ആർ എം എസ് ബൈ 3 അല്ലേ? അപ്പൊ വി ആർ എം എസ് സ്ക്വയർ ബൈ 3 എന്ന് എഴുതാം. ആർക്ക് പകരം? vx സ്ക്വയറിന് പകരം. സോ ഇത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ vx സ്ക്വയറിന് പകരം എന്താണ്? വി ആർ എം എസ് സ്ക്വയർ ബൈ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പ്രഷറിന്റെ ഇക്വേഷൻ ബിക്കംസ് P is equal to n ഉണ്ട്, m ഉണ്ട്, വി ആർ എം എസിന്റെ സ്ക്വയർ ഉണ്ട് ബൈ 3 ഉണ്ട്. 1/3 ഫസ്റ്റിൽ എഴുതുകയാണെങ്കിൽ P becomes 1/3 into nm VRMS സ്ക്വയർ. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഇതിൽ കുറെ അസംഷൻസ് നടത്തിയിട്ടുണ്ട്, അതൊക്കെ മനസ്സിലാക്കി വെക്കണം. അതുപോലെ ഈ കാര്യവും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക തന്നെ വേണം. ഓക്കെ അല്ലേ? അതിലും നമ്മൾ അസംഷൻ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് ശരിക്കും ഒരുപാട് അസംഷനിലൂടെ നമുക്ക് ഇതിലേക്ക് എത്താൻ കഴിയൂ. കാരണം നമ്മളിപ്പോൾ ആരെ കുറിച്ചാണ് ഡീൽ ചെയ്യുന്നത്? മോളിക്യൂൾസിനെ കുറിച്ചാണ് ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ചില അസംഷൻസ് നടത്താതെ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല. ഇത്രയും സംഭവം എല്ലാവർക്കും ഓക്കെ ആണോ മക്കളെ? സെറ്റ് ആണോ? യെസ് ഓർ നോ? വേഗം പറ. ക്ലിയർ? റെഡി? വേഗം. ഓക്കെ. Okay, so we can move on to the next topic. അടുത്തേക്ക് പോകാൻ പ്രഷറിന്റെ ഇക്വേഷൻ ഓർത്ത് വെക്കുക. P എന്ന് പറഞ്ഞാൽ 1/3 nm VRMS സ്ക്വയർ. VRMS എന്ന് പറഞ്ഞാൽ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി ആണ്. P എന്ന് പറഞ്ഞാൽ ഗ്യാസ് മോളിക്യൂൾസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ആണ്. അതുപോലെ സ്മോൾ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം ആണ്. m എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂളിന്റെ മാസ് ആണ്. VRMS പറഞ്ഞു റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി എന്നുള്ളത് പറഞ്ഞു അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് റിലേഷൻ ബിറ്റ്വീൻ കൈനറ്റിക് എനർജി ആൻഡ് ടെമ്പറേച്ചർ. മക്കളെ നല്ല ടോപ്പിക് ആണ്. കൈനറ്റിക് എനർജിയും ടെമ്പറേച്ചറും, ഈ ഒരു കണ്ടെയ്നറിലുള്ള ഗ്യാസ് മോളിക്യൂൾസിന്റെ ടെമ്പറേച്ചറും കൈനറ്റിക് എനർജിയുമുള്ള ബന്ധം നമ്മൾ പോസ്റ്റുലേറ്റ്സ് പഠിച്ചിരുന്നു. കൈനറ്റിക് എനർജി ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ എന്ന് പഠിച്ചതാ. അത് പ്രൂവ് ചെയ്യാൻ പോവാണ്. അവിടെ ഞാൻ പറഞ്ഞിരുന്നു, അതിന്റെ പ്രൂഫ് പിന്നെ പഠിക്കുന്നു. അതാ കേട്ടാ, പഠിക്കാം. ലിസൺ, P is equal to 1/3 nm VRMS സ്ക്വയർ. ഇത് നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഒന്ന് മാറ്റിമറിക്കാൻ പോവാണ് മക്കൾ, ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഞാൻ ചെറിയ ഒരു മാറ്റം വരുത്താൻ പോവാണ്. ഇവിടെ ഞാൻ ഈ 1/3 എന്നുള്ളതിന് പകരം 2/3 എന്ന് എഴുതി. ഓക്കെ, പിന്നെ n എഴുതി ഇൻറ്റു ഈ 2 ഒഴിവാക്കാൻ വേണ്ടി ഒരു ഹാഫ് ഇട്ട്. അപ്പൊ 2 കട്ടാകുമ്പോൾ എന്തായി? 1/3 എന്നായി. ഓക്കെ, പിന്നെ ബാക്കിയുള്ള n VRMS സ്ക്വയർ എന്ന് എഴുതി. നിങ്ങൾക്ക് കാര്യം മനസ്സിലായിണ്ടാവും. ഇത് നിങ്ങൾക്ക് എന്ത് എന്ന് എഴുതാം? കൈനറ്റിക് എനർജി എന്ന് എഴുതാം. ശരിയല്ലേ? ഓക്കെ, സോ P is equal to 2/3 ഇൻറ്റു സ്മോൾ n എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ N/V അല്ലേ? നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം. അത് എങ്ങനെ കാണാം? ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ബൈ അതിന്റെ ടോട്ടൽ വോളിയം N/V എന്ന് എഴുതാം. ഇൻറ്റു വാട്ട് ഈസ് ദിസ്? കൈനറ്റിക് എനർജി. ശരിയല്ലേ? എന്താണ് കൈനറ്റിക് എനർജി? ഇനി ഈ വി ലെഫ്റ്റിലേക്ക് എടുത്താൽ മക്കളെ എന്താ വരിക? ആ വി ലെഫ്റ്റിലേക്ക് എടുത്താൽ PV is equal to 2/3 into KE എന്ന് വരും. ശരിയല്ലേ? 2/3 into KE എന്ന് വരും. ഓക്കെ, ഇനി മക്കളെ ശ്രദ്ധിക്കുക. വാട്ട് ഈസ് PV? PV എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. PV is equal to nRT എന്ന് പഠിച്ചിട്ടുണ്ട്. സോ PV is equal to n എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ്. എന്താണ്? നമ്പർ ഓഫ് മോൾസ്. ഇവിടുത്തെ ആ n അല്ല ഈ n, സ്മോൾ n അല്ല ഈ n. ഓക്കെ, ഇതെന്താണ്? ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ n എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ്. അതെങ്ങനെ കാണുക?
അത് നമുക്ക് പല രീതിയിൽ കാണാം അല്ലെ. നമുക്ക് ഇങ്ങനെ കാണാം, ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ. ഇങ്ങനെ കണ്ടൂടെ? കാണാം. ഇപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ് കിട്ടും. ഒരു കണ്ടെയ്നറിലെ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ബൈ അവഗാഡ്രോ നമ്പർ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ് കിട്ടി. ഇൻടു RT എന്ന് വേണമെങ്കിൽ എഴുതാം. സോ ഫ്രം ഹിയർ R/N, R/N വിളിക്കുന്ന പേരാണ് KB. എന്താണ്? KB. KB എന്ന് പറഞ്ഞാൽ ബോൾസ്മാൻ കോൺസ്റ്റന്റ് ആണ്. എന്താണ്? ബോൾസ്മാൻ കോൺസ്റ്റന്റ്. ഇറ്റ്സ് വാല്യൂ, ആറിന്റെ വാല്യൂ 8.314 ആണ്. NA 6.022 10⁻23 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്, രണ്ട് വാല്യൂസും. ഓക്കെ, ഇത് അവഗാഡ്രോ നമ്പർ എന്താണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. സോ R/N ന്റെ വാല്യൂ എന്താ വിളിക്കുക? KB, ബോൾസ്മാൻ കോൺസ്റ്റന്റ് ആണ് വിളിക്കുക. അതിന്റെ വാല്യൂ വരിക, KB ന്റെ വാല്യൂ പഠിച്ചു വെച്ചോ, 1.38 10⁻23. എന്താണ് ബോൾസ്മാൻ കോൺസ്റ്റന്റ് വാല്യൂ വരിക? ഓക്കെ, സോ 23 അല്ല, -23. ഓക്കെ, ഇത് ശരിക്കും +23 മുകളിൽ വരുമ്പോൾ എന്താവും? -23 ആവുക ചെയ്യാം. ഓക്കെ, എന്തായാലും കേബിന്റെ വാല്യൂ നമ്മൾ പഠിച്ചു. നൗ ലിസൺ. അപ്പൊ PV, അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, അതായത് PV is equal to capital N into KBT എന്ന് എഴുതാം. എന്ത് എഴുതാം? PV is equal to NKBT. ഈ ഇക്വേഷനും കൂടി മക്കൾ ഒന്ന് പഠിച്ചു വെക്കണം. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആയിട്ട് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന പേരിൽ ഈ രണ്ട് ഇക്വേഷൻസും മക്കൾ പഠിച്ചു വെക്കണം. PV സമം NRTയും PV സമം NKBTയും വേർ N is എന്താണ്? നമ്പർ ഓഫ് മോൾസ് അല്ല, ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. KB ബോൾസ്മാൻ കോൺസ്റ്റന്റ് വാല്യൂ വിൽ ബി 1.3 10⁻23. T ന്റെ വാല്യൂ, ഓക്കെ, T എന്താ? ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ ആണ്. ഓക്കെ, അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, എന്തായാലും ഞാൻ ഈ PVക്ക് പകരം ഞാൻ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ PVക്ക് പകരം NKBT ഞാൻ കൊടുക്കുന്നു is equal to 2/3 into കൈനറ്റിക് എനർജി. ഇവിടുന്ന് ഈ N-ഉം 2/3 ഇവിടെ നമ്മൾ സംഭവം വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ, വൺ സെക്കൻഡ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഒരു സ്റ്റെപ്പിൽ ഒരു സംഭവം വിട്ടുപോയി. ലിസൺ, PV is equal to 2/3 N കൈനറ്റിക് എനർജി ഉണ്ട് അല്ലേ. സോ ഫ്രം ഹിയർ ഇത് നമുക്ക് NKBT എന്ന് കൊടുക്കാം is equal to 2/3 N into കൈനറ്റിക് എനർജി. ഇവിടുന്ന് N പോയി. ഓക്കെ, അപ്പൊ KBT is equal to എന്താണ്? 2/3 KE ആണ്. 3 ഇങ്ങോട്ടേക്ക് എടുക്കുക, 2 ഇങ്ങോട്ടേക്ക് കൊടുക്കുമ്പോൾ എന്താ? 3 KBT by 2 is equal to kinetic energy. So kinetic energy എന്താണ്? 3/2 KBT. കണ്ടോ? Kinetic energy 3/2 KBT. From here KB is a constant, 3 constant, 2 constants, so മൊത്തമായ ഒരു കോൺസ്റ്റന്റ് ആണ്. So KE is equal to a constant into T ആണ് വരിക. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? KE proportional to എന്ത് എഴുതാം? ടെമ്പറേച്ചർ എന്ന് എഴുതാം. അപ്പൊ അതാണ് നമ്മൾ ഏഴാമത്തെ പോസ്റ്റുലേറ്റ് ആയി പഠിച്ചിരുന്ന കാര്യം. അത് തന്നെയാണ് kinetic energy of a gas is directly proportional to എന്താണ്? its absolute temperature. ക്ലിയർ ആയോ മക്കളെ? yes or no? പെട്ടെന്ന് പറയൂ. റെഡി? ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്ത സെക്ഷനിലേക്ക് കടക്കണം. ഈ ഡെറിവേഷൻസ് ഒക്കെ പഠിച്ചു വെക്കണം, എല്ലാ കാര്യം പഠിച്ചു വെക്കണം, ഏതും ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് എക്സ്പ്രഷൻ ഫോർ RMS വെലോസിറ്റി ആണ്. ലാസ്റ്റ് ടോപ്പിക് ആണ്, ഇതൊരു കൈയാണ്. എക്സ്പ്രഷൻ ഫോർ RMS വെലോസിറ്റി മക്കളെ ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ നോക്കും. സോ നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ് P is equal to 1/3 NmVRMS². ഈ ഒരു ഇക്വേഷന് നമ്മൾ ഈ ഒരു സ്മോൾ n-നെ ക്യാപിറ്റൽ N/V എന്നാക്കി എഴുതി. കണ്ടോ? ക്യാപിറ്റൽ N/V എന്നാക്കി എഴുതി. എന്നിട്ട് ഈ V എന്ത് ചെയ്യുന്നു വെച്ചാൽ ലെഫ്റ്റിലേക്ക് എടുക്കും. ഈ V ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ PV now P into V. PV is equal to 1/3 M പിന്നെ N VRMS² എന്ന് വരും. ശരിയല്ലേ? ഓക്കെ, നമ്മൾ കാണാൻ പോണത് VRMSന്റെ വാല്യൂ കാണാൻ പോണത് കേട്ടോ. ഓക്കെ, സോ ഫ്രം ഹിയർ ഈ PVക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു? NKBT എന്ന് കൊടുക്കുന്നു. NKBT എന്ന് കൊടുക്കുമ്പോൾ ഈ N-ഉം ക്യാൻസൽ ആകുന്നു. സോ KBT is equal to 1/3 into M into VRMS² എന്നാവും. ശരിയല്ലേ?
ആണ്. എന്നിട്ട് ഈ 3 ഇത് ശരിക്കും 1/3 ആണ്. ഈ 3 ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ എന്താ 3 kBt എന്നാവും അല്ലേ? അപ്പൊ 3 kBt. അപ്പൊ നമ്മൾ ഈ ഇവിടെ ഉള്ളത് ആകെയുള്ളത് ഈ 3 അങ്ങോട്ട് പോയി, പിന്നെ എമ്മും പോവാണ്, എം ബൈ ആവും. അപ്പൊ എന്താ മക്കളെ 3 kBt by m is equal to VRMS square. So VRMS square is equal to 3 kBt by m എന്ന് വന്നു. From here what is VRMS? Root of 3 kBt by m. Root of 3 kBt by m. ഓക്കെ, ഇവിടെ kb ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്, T ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ ആണ്, m എന്ന് പറഞ്ഞ മക്കളെ ശരിക്കും ശ്രദ്ധിച്ചു പഠിക്കുക. m എന്ന് പറഞ്ഞാൽ ആ ഇക്വേഷനിലെ m എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂളിന്റെ മാസം. ഓക്കെ, ആ ഒരു മോളിക്യൂളിന്റെ മാസ് റിസ്ക് ആകാനുള്ളത്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, അത് മോളാർ മാസ് ആക്കി മാറ്റാം. എങ്ങനെ ചോദിച്ചാൽ മക്കളെ വാട്ട് ഈസ് kb? ഇവിടെ നോക്കാം. VRMS എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 3 kBt by m അല്ലെ. kb എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്, ദാറ്റ് ഈസ് R/NA ആണ് kb എന്ന് പറഞ്ഞാൽ. അത് ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മക്കളെ എന്താ വരിക നോക്ക്. അതായത് VRMS is equal to root of 3RT എന്നാകും ബൈ സ്മോൾ m into NA. അതാ ഈ സ്മോൾ m എന്താണ്? ഒരു മോളിക്യൂളിന്റെ മാസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ. ഒരു മോളിക്യൂളിന്റെ മാസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായി? അവഗാഡ്രോ നമ്പറിന്റെ അത്രയും മാസായി. ഓക്കെ, അപ്പൊ എന്താ കിട്ടുക? ഇതിപ്പോ ഒരു കാർബണോ വിചാരിച്ചു, ചുമ്മാ, അല്ലെങ്കിൽ എന്താ പിന്നെ ഹീലിയം ആയിക്കോട്ടെ, ഹീലിയം. അപ്പൊ ഹീലിയം ആണെങ്കിൽ ഒരു ഹീലിയത്തിന്റെ മാസ് അത് ഇൻറ്റു അവഗാഡ്രോ നമ്പർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? ഒരു മോൾ ഹീലിയത്തിന്റെ മാസായില്ലേ? അതല്ലേ ഹീലിയത്തിന്റെ മോളാർ മാസ്. അപ്പൊ ഒരു ഹീലിയത്തിന്റെ മാസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ ചെയ്യുമ്പോൾ എന്താണ്? ഒരു മോൾ ഹീലിയത്തിന്റെ മാസ് കിട്ടി. ദാറ്റ് ഈസ് മോളാർ മാസ് ഓഫ് ഹീലിയം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ആറ്റത്തിന്റെ മാസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ ചെയ്യുമ്പോൾ എന്താണ്? ഒരു മോൾ അതിന്റെ മാസ് കിട്ടുകയാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും മക്കളെ? ഇവിടെ നമുക്ക് എന്ത് കിട്ടുകയാണ്? ഇവിടെ നമുക്ക് മോളാർ മാസ് കിട്ടുകയാണ്. സോ താഴെ ക്യാപിറ്റൽ എം എന്ന് കൊടുക്കാം. സോ 3RT by ക്യാപിറ്റൽ എം. ആ ഇക്വേഷൻ ആണ് ഇത്. മനസ്സിലായണോ? അപ്പൊ രണ്ട് ഇക്വേഷൻ ഉണ്ട്. RMS വെലോസിറ്റി ഓഫ് എ മോളിക്യൂൾ എന്താണ്? റൂട്ട് ഓഫ് 3 kBt by സ്മോൾ m, അല്ലെങ്കിലോ 3RT by ക്യാപിറ്റൽ എം. ഏതാ നല്ലത്? ഇതാണ് നല്ലത്. ഓക്കെ, 3RT by ക്യാപിറ്റൽ എം കേട്ടോ. ഇത്രയും കാര്യം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഫ്രം ഹിയർ 3R and m, ഒരു ഗ്യാസ് എടുത്താൽ ആ ഗ്യാസിന്റെ മോളാർ മാസ് സെയിം ആയിരിക്കുമല്ലോ. ഓക്കെ, സോ 3R/m ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. സോ VRMS ഈക്വൽ ടു റൂട്ട് ഓഫ് എ കോൺസ്റ്റന്റ് ഇൻറ്റു ടി എന്ന് വരും. സോ VRMS ഈസ് പ്രൊപ്പോർഷണൽ ടു എന്തെന്ന് എഴുതാം? റൂട്ട് ടി എന്ന് എഴുതാം. ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ഇക്വേഷൻസും നമുക്ക് അത്യാവശ്യമുള്ള ഇക്വേഷൻസ് ആണ്. എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂലൊക്കെ പറയുകയാണെങ്കിൽ ഈ ഏരിയ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ എനിവേ ഇവിടെ നിന്നൊക്കെ പ്രോബ്ലംസ് ഇങ്ങ് ചോദിക്കാം കേട്ടോ. ഓക്കെ, ഇനി അതുപോലെ തന്നെ മറ്റൊരു ഇക്വേഷനും കൂടി ഡെറൈവ് ചെയ്യാൻ പോവാണ്. എന്തിനു വേണ്ടിയിട്ട്? RMS വെലോസിറ്റിക്ക് വേണ്ടിയിട്ട് മറ്റൊരു ഇക്വേഷൻ കൂടെ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവാണ് മക്കളെ. ശ്രദ്ധിക്കുക, ദാറ്റ് ഈസ് ഇതന്നെ, ഈ ഇക്വേഷൻ തന്നെ. ഈ ഇക്വേഷനിൽ n-നെ നമ്മൾ എന്ത് ചെയ്യാണ്? ക്യാപിറ്റൽ N/V എന്നാക്കി. ഓക്കെ, ഈ എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ ഈ സ്മോൾ m എന്താണ്? ഒരു മോളിക്യൂളിന്റെ മാസാണ് ഇൻറ്റു അതിലുള്ള മൊത്തം മോളിക്യൂളുകൾ എണ്ണം. ഇതെന്താ? ഈ n എന്താ? ആ കണ്ടെയ്നറിലെ മൊത്തം മോളിക്യൂളിന്റെ എണ്ണമാണ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാലേ. അപ്പൊ ഒരു മോളിക്യൂളിന്റെ മാസ് ഇൻറ്റു ആ കണ്ടെയ്നറിലുള്ള മൊത്തം മോളിക്യൂൾസിന്റെ എണ്ണം ചെയ്യുമ്പോൾ എന്തായി? ആ കണ്ടെയ്നറിലെ മൊത്തം മോളിക്യൂളിന്റെ മാസായി. ആ കണ്ടെയ്നറിന്റെ മൊത്തം മോളിക്യൂളിന്റെ മാസ് ഡിവൈഡഡ് ബൈ വോളിയം ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഡെൻസിറ്റി. മാസ് ബൈ വോളിയം ഡെൻസിറ്റി ആണ്. അപ്പൊ ഒരു മോളിക്യൂളിന്റെ മാസ് ഇൻറ്റു ആ കണ്ടെയ്നറിലെ മൊത്തം മോളിക്യൂൾസിന്റെ എണ്ണം ചെയ്യുമ്പോൾ ആ കണ്ടെയ്നറിന്റെ മൊത്തം മാസായി ബൈ അതിന്റെ മൊത്തം വോളിയം. അപ്പൊ എന്താ? ഡെൻസിറ്റി ആ കിട്ടുക അല്ലെ. അപ്പൊ ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം? ഡെൻസിറ്റി. അപ്പൊ എന്താ? 1/3 ഇൻറ്റു റോ VRMS സ്ക്വയർ എന്ന് വന്ന്. ഇനി ഈ 3 ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ ഇൻറ്റു ആകും. അപ്പൊ എന്താ? 3p ബൈ, ഇത് ഇങ്ങോട്ടേക്ക് ബൈ ആവും. അപ്പൊ 3p ബൈ റോ ഇസ് ഈക്വൽ ടു VRMS സ്ക്വയർ. സോ ഫ്രം ദാറ്റ് VRMS എന്താ? റൂട്ട് ഓഫ് 3p ബൈ റോ. സോ VRMSന് വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. എന്താണ്? റൂട്ട് ഓഫ് 3p ബൈ റോ. ഈ രണ്ട് ഇക്വേഷന്റെയും വാല്യൂ മാത്രം പഠിച്ചാൽ മതി. എന്ത് പഠിക്കണമെന്നില്ല, ഡെറിവേഷൻ വേണ്ട. എന്താണ്? പിന്നെ മീൻ സ്പീഡ് ആണ്. RMS സ്പീഡ് പറഞ്ഞു. ഇനി എന്താ? മീൻ സ്പീഡ്, ആവറേജ് സ്പീഡ്. മീൻ സ്പീഡ് വരും റൂട്ട് ഓഫ്
8 kBt/πm ആണ്. 8 kBt/πm. ഓക്കെ, 8/π എന്ന് പറയുമ്പോൾ ഏകദേശം 8/3.141 ഉണ്ടാവും അല്ലേ? അപ്പൊ ഏകദേശം എത്ര ഉണ്ടാവും മക്കളെ? 2 പോയിന്റ് സംതിങ് ഉണ്ടാവും. നേരത്തെ നമുക്ക് കിട്ടിയ 3 ആണ്, 3 kBt/m. ഇവിടെ എത്ര? 2 പോയിന്റ് സംതിങ് kBt/m എന്നാ വരിക, മീൻ വാല്യൂ, ആവറേജ് വാല്യൂ. ഇനി അടുത്ത മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി എന്ന് പറഞ്ഞാല് ഇതൊക്കെ മോളിക്യൂളിന്റെ ഓരോ വെലോസിറ്റികളാണ്. മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ വെലോസിറ്റിയിലാണ് മോളിക്യൂൾസിനെ കാണപ്പെടുക എന്നാ പറഞ്ഞത്. ഓക്കെ, ഏറ്റവും കൂടുതലായിട്ടും ഈ ഒരു വെലോസിറ്റിയിലാണ് നമ്മൾ ആരെ കാണപ്പെടുക? മോളിക്യൂൾസിനെ കാണപ്പെടുക. അത് എത്രയാണ്? √2 kBt/m. അപ്പൊ നമ്മൾ RMS വെലോസിറ്റി പറയുകയാണെങ്കിൽ √3 kBt/m ആണ്. അതുപോലെ തന്നെ മീൻ സ്പീഡ് പറയുകയാണെങ്കിൽ ആവറേജ് സ്പീഡ് പറയുകയാണെങ്കിൽ √8 kBt/πm ആണ്. ഇനി മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി പറയുകയാണെങ്കിൽ √2 kBt/m എന്താണ് മക്കളെ? m ആണ്. ഇത്രയും ഡീറ്റെയിൽസ് മക്കൾക്ക് സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, വിത്ത് ഡെറിവേഷൻ പഠിച്ചു വെക്കണം, ഇക്വേഷൻസ് മനസ്സിലേക്ക് വെക്കുകയും വേണം. ഓക്കെ, ബേസ്ഡ് ഓൺ കൈൻഡ് തിയറി ഓഫ് ഗ്യാസ് derive an expression for the pressure exerted by an ideal gas. പ്രഷറിന്റെ ഇക്വേഷൻ 1/3 nmVRMS² ഇക്വേഷൻ പഠിച്ചില്ലേ? ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ, ആ ഡെറിവേഷൻ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ ചാപ്റ്ററിൽ പറഞ്ഞതാ, അത് നേരെ എഴുതുക. ആ ഡെറിവേഷൻ, പ്രഷറിന്റെ ഇക്വേഷൻ നേരെ എഴുതുക കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. Estimate the average thermal energy of the helium atom at a temperature 27 degrees Celsius. മക്കളെ, തെർമൽ എനർജി ഉദ്ദേശിച്ച കവി ഉദ്ദേശിച്ചത് ഇവിടെ കൈനറ്റിക് എനർജിയാണ്. എന്താണ്? കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് മക്കളെ. എന്താണ്? 3 ടൈംസ് ഹാഫ് kBt എന്ന് പഠിച്ചെങ്കിൽ 3/2 kBt നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻ പ്രകാരം 3 × 1/2 kb 1.38 10⁻⁻23 അല്ലേ മക്കളെ? ഇൻറ്റു ഇനി കൊടുക്കേണ്ടേ, ഇത് കോൺസ്റ്റന്റ് വാല്യൂ ആണ്, അത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. kb ക്ലാസ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ. ടി എന്ന് പറഞ്ഞാൽ എന്താ? അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ ആണ്, നോട്ട് ഇൻ സെൽഷ്യസ് സ്കെയിൽ. മക്കളെ ഓർത്ത് വെച്ചോ. നിങ്ങൾ ഈ ടെമ്പറേച്ചർ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ആൻസർ വൃത്തിക്ക് തെറ്റും. ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, ഏത് ക്വസ്റ്റ്യനിലാണെങ്കിലും ടെമ്പറേച്ചറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ അവിടെ നിങ്ങൾ ഒരിക്കലും സെൽഷ്യസ് ഉള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. അവിടെ എന്തേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവൂ? കെൽവിൻ സ്കെയിൽ ടെമ്പറേച്ചറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവൂ. അപ്പൊ സെൽഷ്യസ് എങ്ങനെ കെൽവിനിലേക്ക് മാറ്റുക? 273 കൊണ്ട് കൂട്ടുക. അപ്പൊ 27 + 273 300 അടിക്കുക. ഇത് നേരെ സോൾവ് ചെയ്താൽ നമ്മളുടെ ആൻസർ കിട്ടും. അത്രയും ജൂൾസ് ആയിരിക്കും. ക്ലിയർ അല്ലേ മക്കളെ? നെക്സ്റ്റ്, write 4 postulates of kind theory of gas. എടാ മക്കളെ, മിസ്റ്റർ സാം KT നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇത് വെച്ച് നമ്മൾ എത്ര 1 2 3 4 5 6 7 നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ത്? പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈൻഡ് തിയറി ഓഫ് ഗ്യാസ്. അന്ന് ക്ലാസ്സിൽ ഉണ്ടായിരുന്നവർക്ക് ഈസി പറയാൻ പറ്റും, ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഓക്കെ, സോ ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള കൈൻഡ് തിയറി ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെയധികം ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ, ഓർത്ത് വെച്ചോ. നെക്സ്റ്റ്, റൈറ്റ്, ആര് വിളിക്കുന്നു? ഓക്കെ, write the ideal gas equation. PV is equal to nRT. അതിന്റെ കൂടെ ഒന്നും കൂടി എഴുതി വെച്ചോ. PV is equal to nkBT. PV is equal to small nRT. PV is equal to capital nkBT. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഏതില്? കൈൻഡ് തിയറി ഓഫ് ഗ്യാസിൽ പഠിച്ചതാ. Now write any 4 postulates. വീണ്ടും ചോദിച്ച് അത് ചോദിക്കും. ഓക്കെ,